ചുഴലിക്കണ്ണീരിൽ മുഴുവൻ ആകാശവും കറുത്തുപോകുന്ന കാലം. ശാന്തിയുടെ വാഗ്ദാനങ്ങൾ ഓരോന്നായി വെടിയുണ്ടകൾക്ക് മുന്നിൽ ചിതറിത്തെറിക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ വാനം വീണ്ടും രക്തപ്പുഴ ഒഴുകുകയാണ്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ വീണടിഞ്ഞ അതേ മണ്ണിൽ ഇപ്പോൾ അശാന്തിയുടെ കറുത്ത പുക മാത്രമാണ് ബാക്കിയാകുന്നത്. സമാധാന കരാറുകളുടെ താളുകൾ കരിഞ്ഞുണങ്ങിയ ആകാശത്തിന് കീഴെ തോക്കുകൾ വീണ്ടും സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. അതെ, മധ്യപൂർവേഷ്യ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ അരികിലേക്ക് നീങ്ങുകയാണ്. തങ്ങൾക്ക് നേരെ ഇറാൻ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലുകളെല്ലാം വിജയകരമായി പ്രതിരോധിച്ചെന്ന അവകാശവാദവുമായി US സെൻട്രൽ കമാൻഡ് രംഗത്തെത്തിയിരിക്കുന്നു. അമേരിക്കൻ സേനയെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ നീക്കങ്ങളെ ആകാശത്ത് വെച്ച് തന്നെ തകർത്തെന്നാണ് US സൈന്യം വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതിനൊരു മറുപടി അവിടെ മാത്രം ഒതുങ്ങിയില്ല. ഇറാഖിലെ ഇറാൻ അനുകൂല കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും സൗദി അറേബ്യയും സംയുക്തമായി കനത്ത ആക്രമണമാണ് അഴിച്ചുവിട്ടത്. കഴിഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ ഇറാൻ വിപ്ലവ ഗാർഡ്സ് നടത്തിയ 30-ലധികം വ്യോമാക്രമണങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയാണിതെന്നാണ് US സഖ്യസേനയുടെ വാദം. ഈ പോരാട്ടത്തിന്റെ വ്യാപ്തിയും ക്രൂരതയും ഭയപ്പെടുത്തുന്ന ഒന്നാണ്. കിഴക്കൻ ഇറാഖിലെ നിരവധി ഇറാൻ അനുകൂല ഭീകര കേന്ദ്രങ്ങൾ നിമിഷനേരം കൊണ്ടാണ് തകർന്നടിഞ്ഞത്. എണ്ണ ശുദ്ധീകരണശാലകൾ ലക്ഷ്യമിട്ട് ഇറാഖിൽ നിന്ന് വന്ന മാരകമായ ഡ്രോൺ ആക്രമണങ്ങളെ സൗദി അറേബ്യ പ്രതിരോധിച്ചെങ്കിലും മേഖലയിൽ വിതയ്ക്കപ്പെട്ട ഭീതി ചെറുതല്ല. തങ്ങൾക്ക് സംഘർഷം വഷളാക്കാൻ ആഗ്രഹമില്ലെന്ന് സൗദി അറേബ്യ ആവർത്തിക്കുന്നുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നേരിടേണ്ടി വന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പും അവർ നൽകി കഴിഞ്ഞു. അതായത് ചെറിയൊരു തീപ്പൊരി പോലും ഒരു വൻ അണുവിസ്ഫോടനത്തിന് കാരണമായേക്കാവുന്നത്ര അപകടകരമായ അവസ്ഥയിലാണ് കാര്യങ്ങൾ. ജൂൺ 17-ന് പ്രാബല്യത്തിൽ വന്ന സമാധാന കരാറുകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് തുടർച്ചയായി 13-ാം ദിവസമാണ് ഇറാന് നേരെ അമേരിക്ക ദയയില്ലാത്ത ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്. ഒരു ദയവുമില്ലാതെ ആ കടന്നാക്രമണങ്ങൾക്ക് മറുപടിയായി ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങളിൽ ലക്ഷ്യമിട്ട് ഇറാനും കടുത്ത പ്രത്യാക്രമണം നടത്തി. സ്വന്തം സൈന്യത്തിന്റെ പക്കൽ ആയുധങ്ങൾ തീർന്നു തുടങ്ങിയെന്ന അന്താരാഷ്ട്ര റിപ്പോർട്ടുകളെ പോലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളഞ്ഞു. തങ്ങളുടെ പക്കൽ ആവശ്യത്തിലധികം ആയുധ ശേഖരമുണ്ടെന്ന ട്രംപിന്റെ പ്രസ്താവന വരാനിരിക്കുന്നത് ഇതിലും വലിയൊരു കൂട്ടക്കുരുതിയാണോ എന്ന ഭയമാണ് ലോകത്തിന്. രഹസ്യ നയതന്ത്ര ചർച്ചകളുടെ വാതിലുകൾ ഒരു വശത്ത് തുറന്നു കിടക്കുമ്പോഴും മറുവശത്ത് യുദ്ധത്തിന്റെ ആസൂത്രണങ്ങൾ മുറ പോലെ നടക്കുന്നു. സമാധാന കരാർ ലംഘിച്ച പശ്ചാത്തലത്തിൽ മധ്യസ്ഥർ വഴി ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിൽ സന്ദേശങ്ങൾ കൈമാറുന്നുണ്ടെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഖായി സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഈ നയതന്ത്ര ചർച്ചകൾക്കപ്പുറം പുകയുന്ന യുദ്ധഭൂമിയെ കൂടുതൽ ഭീതിയിലാട്ടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അടച്ചിട്ട മുറിയിൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ഇറാനെതിരെയുള്ള സംയുക്ത സൈനിക നീക്കത്തിന് ശേഷം ആദ്യമായി നടന്ന ഈ കൂടിക്കാഴ്ച നീണ്ടുനിന്നത് 90 മിനിറ്റോളമാണ്. ഇറാനിലെ യുദ്ധത്തിന്റെ ഭാവിയെക്കുറിച്ചും അടുത്ത സൈനിക നീക്കങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്ത ഈ രഹസ്യ കൂടിക്കാഴ്ചയെ മികച്ചതെന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചത്. ചർച്ചകളുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഈ നിശബ്ദത ഏതൊരു കൊടുങ്കാറ്റിനു മുമ്പുള്ള ശാന്തതയാണെന്ന് ലോകം തിരിച്ചറിയുന്നുണ്ട്. അധികാരവും പ്രതികാരവും നേർക്കുനേർ നിൽക്കുമ്പോൾ ഇനിയൊരു തിരിച്ചുപോക്കില്ലാത്ത വിധം ആ പ്രദേശം ഒരു വൻ ദുരന്തത്തിലേക്ക് ആണ്ടുപോകുമോ എന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്.